ഹലോ, അപ്പോൾ ഒന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ലോഷൻ അതിന് തന്നെ ഞാൻ ലോഷൻ ഇട്ട് ലോഷൻ അപ്ലൈ ചെയ്തു, നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ബാം എടുത്തു. ലിപ് ബാം നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. ഇത് സ്ട്രോബെറിയുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അടുത്ത ഒരു കാജലിൻ്റെ കൺമഷിയാണ്. കൺമഷി എഴുതി കൊടുത്തു. രണ്ട് സൈഡിലും ഇങ്ങനെ കൺമഷി അപ്പോൾ സൈഡിൽ ഇങ്ങനെ പരന്നിട്ടുണ്ടായി. പരന്നതൊക്കെ അപ്പോൾ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ കളഞ്ഞു. അടുത്തത് ഇങ്ങനെ ഇത് പിരിയൻ നേരാക്കി കൊടുത്തു. പിരിയൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നു. അപ്പോൾ അതൊന്ന് മര്യാദക്കാക്കി ഒരു ഷേപ്പൊക്കെ ആക്കി കൊടുത്തു. അടുത്തത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. ഫൗണ്ടേഷൻ എല്ലാം അവിടെ ഇങ്ങനെ ഇതുപോലെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്രഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു നിറം കിട്ടും. ഇങ്ങനെ ഫൗണ്ടേഷന് കിട്ടും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കണ്ണാടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കി. അടുത്ത കുറച്ച് പൗഡറാണ് കേട്ടോ, സാധാ നമ്മുടെ ഒരു പൗഡറാണ്. ആ പൗഡറിനെ എടുത്തിട്ടു. സാധാ ഒരു പൗഡറാണ്. അപ്പോൾ ആ പൗഡർ കയ്യിലൊക്കെ കുറച്ച് എടുത്തിട്ടു. അതിൻ്റെ ഇതൊരു കൺസീലറാണ്, സാധാ ഒരു കൺസീലറാണ്. ഒരു വൈറ്റ് കളറുണ്ട്, ഒരു ബ്രൗൺ കളറുണ്ട്. അപ്പോൾ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുത്തു. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈഡിൽ ചെറിയൊരു റോസ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോണത്. ലിപ്സ്റ്റിക്ക് ഞാൻ വാരിയൊന്നും തേക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടുന്ന പോലെ തോന്നാൻ, ആ ലിപ്സ്റ്റിക്ക് ഇടാത്ത മാതിരിയൊക്കെ തോന്നണം. അതുപോലെയൊക്കെയാണ് ലിപ്സ്റ്റിക്ക് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് ഭയങ്കര ഡാർക്ക് കളറുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വാരി തോണ്ടി തേക്കുള്ളൂ. അപ്പോൾ അതെന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പരട്ടണേന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡാർക്ക് കളറായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പരട്ടിയിട്ട് അതന്നെ എടുത്ത് പരട്ടിയിടുന്നത്. അത് കുറച്ച് കവിളിലൊക്കെ ഇങ്ങനെ ഇട്ട് തോണ്ടി തേച്ചു. നല്ല ഡാർക്ക് കളറുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടുള്ളൂ. ഇത് അടുത്തതൊരു പൊട്ടാണ് കേട്ടോ. അത് റെഡ് കളർ ഒരു പൊട്ടാണ്. ഒരു പൊട്ട് തൊട്ടു. അടുത്തത് മുടി ചീക കേട്ടോ. മുടി ചീകയാണ്. വേഗമൊക്കെ ഒരുങ്ങി കഴിയും. ഞാൻ അധികം നേരം ഒന്നും എടുക്കാറില്ല. എൻ്റെ ഒരുക്കൊക്കെ വേഗം കഴിയും. ഇത്ര നേരമൊന്നുമില്ല, വേഗമൊക്കെ ഒരുങ്ങി കഴിയും. അപ്പം വേഗം മുടിയൊക്കെ ഞാൻ ചീകി കഴിഞ്ഞു. എല്ലാം സിമ്പിൾ മേക്കപ്പാണ്. രണ്ട് സൈഡ് ഇതുപോലെ മുടിയിട്ടിട്ട് ചെട പേർക്കണം. അപ്പം മുടി ഇങ്ങനെ മേലെ കെട്ടി വെക്കാനായിട്ടാണ് ഞാനിങ്ങനെ മുടി രണ്ട് ചെടയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഏരിയിട്ട് കെട്ടി വെക്കണത്. മുടി അപ്പോൾ ഇതുപോലെ മേലേക്ക് ഈരി ഇങ്ങനെ വെച്ചിട്ട് കെട്ടി ഒരു ബഡ് ഇട്ടു. എന്നിട്ട് അതിങ്ങനെ മുടി ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. മുടിയൊക്കെ ശരിയായി. കുറച്ച് മുടിയൊക്കെ ഇട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് ഇത്ര ഉള്ളൂ വീഡിയോ.